വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിപ്പി അല്ലെങ്കിൽ കല്ലുമ്മക്കായ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ചിപ്പി തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാമോളം ചിപ്പിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഷെല്ലൊക്കെ കളഞ്ഞ ചിപ്പി ഞാൻ ഫ്രഷ് ടോമെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ആദ്യം തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ നിന്നും വാർത്ത് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ വെള്ളത്തിൽ നിന്നും വാർത്ത് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ 5ഓളം ചെറിയ ഉള്ളി, ഇവയും കൂടെ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ ചതച്ചെടുത്ത പേസ്റ്റിനെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1/2 ടീസ്പൂണോളം പെരുംജീരകവും ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ വീണ്ടും ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. എന്നിട്ട് ചിപ്പി തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചതച്ചെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് ഇല്ലാതെ ചേർക്കുക. അതൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചിപ്പി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ചിപ്പി കുറച്ച് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 15 മിനിറ്റിന് ശേഷം കണ്ടോ നമ്മുടെ ചിപ്പിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ച തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തേങ്ങയും ചിപ്പിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്കിതാ കണ്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിപ്പി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.